ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു അടിപൊളി രംഗമായിട്ടാണ്. നമ്മുടെ മിറ ആണെങ്കിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അവൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നിൽക്കുമ്പോഴാണ് അവളുടെ കൊളീഗും അവിടേക്ക് എത്തുന്നത്. ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ അച്ഛ എന്ന് വിളിക്കുന്ന സൗണ്ട് അതിനകത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോഴാണ് അതിൻ്റെ അകത്ത് തേപ്യോങ്ങിനെയും J+ന്റെ സിഇഒയും കാണുന്നത്. അവർക്ക് കാര്യം മനസ്സിലാകുകയാണ്, സിഇഒയുടെ മകനാണ് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന തേപ്യോങ് എന്ന്. അവളുടെ കൊളീഗും ആരാണെന്ന് അറിയാനായിട്ട് അടുത്തേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് രണ്ടുപേരും കൂടെ അവളെ ലിഫ്റ്റിനകത്ത് കയറ്റിയിട്ട് ഡോർ ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഇവർക്ക് മൂന്നുപേർക്കും എന്ത് സംസാരിക്കണമെന്ന് ഒട്ടും തന്നെ അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് കരുതി സിഇഒയും എന്തോ പറയാനായിട്ട് വരുമ്പോഴാണ് ഡോർ അങ്ങ് ഓപ്പൺ ആവുന്നതും അവൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം സിഇഒ തേപ്യോങ്ങിനെ വിളിക്കുന്നുണ്ട്. എടാ, ഞാൻ അന്നേരം നിന്നോട് പറഞ്ഞില്ലേ ഈ സെക്യൂരിറ്റി പണിയൊന്നും ചെയ്യണ്ടെന്ന്. ഇനി നമ്മൾ എന്തോ പറഞ്ഞ പെണ്ണിനെ മനസ്സിലാക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ തേപ്യോങ് ആണെങ്കിൽ അധികം ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരു റോബോട്ട് ഉത്തരം കൊടുക്കുന്ന പോലെ യെസ് സാർ, ഓക്കെ സാർ, ഞാൻ അത് ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവന് കോള് കട്ട് ചെയ്യുകയാണ്. ഇതേ സമയം നമ്മുടെ മിറയുടെ കൊളീഗ് ആണെങ്കിൽ അവളോട് ആരാണ് ആ ചെറുക്കനെന്ന് അറിയാനും വേണ്ടിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും ഉത്തരം കൊടുക്കാതെ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ മിറ പുറത്തിറങ്ങുമ്പോൾ അവിടെ നമ്മുടെ തേപ്യോങ് അവളെ കാത്തു നിൽപ്പുണ്ട്. കൂടുതലൊന്നും സംസാരിക്കാതെ ഇവരൊരു ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. തേപ്യോങ്ങും കുറച്ചു മുന്നേ നടന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരുമ്പോൾ അവൾ അത് വേണ്ട എന്ന് പറയുകയാണ്. എനിക്ക് സമാധാനമായിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ് ആവശ്യം. കമ്പനി ഓണറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫാമിലി മാറ്റേഴ്സിൽ കയറി ഇടപെടാനായിട്ട് താല്പര്യമില്ല എനിക്ക്. നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഫാമിലിയിലുള്ള ഒരു ചെറിയ സീക്രറ്റ് തമ്മിൽ അറിയാം. അതുകൊണ്ട് നമുക്ക് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ അതേപോലെ തന്നെ വെച്ച് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ പുറത്തിറങ്ങിയ ശേഷം തമ്മിൽ നമുക്ക് ഒരു കാര്യങ്ങളും അറിയാത്ത രീതിയിൽ നോർമലായിട്ട് തന്നെ പെരുമാറാം എന്ന് തീരുമാനിക്കുകയാണ്. നമ്മുടെ മിറ അവളുടെ മൈൻഡിൽ പറയുന്നുണ്ട്, ആക്ച്വലി ക്യൂരിയസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് അവന്റെ ഫാമിലി മാറ്റേഴ്സിൽ. പക്ഷേ നമ്മുടെ മിറയ്ക്കാണെങ്കിൽ ഉള്ളിൽ നല്ല നാണക്കേട് തോന്നുന്നുണ്ട്. കാരണം അവളാണെങ്കിൽ അവനോട് അവന്റെ ജോലി തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോ സിഇഒയുടെ മോനോട് തന്നെ പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല നാണക്കേടുണ്ട്. ഇപ്പൊ മിറ തിരിച്ച് വീട്ടിലെത്തുന്നത് ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ ആയിട്ടാണ്. അങ്ങനെ അവളും ഇത് അകത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവളകത്ത് പല സാധനങ്ങളും കാണുന്നത്. വേറെ ഇതൊക്കെ എന്തോ അമ്മയെന്ന് നമ്മുടെ മിറയും ചോദിക്കുമ്പോഴാണ്, നീ പേടിക്കണ്ട, ഇതൊക്കെ ഇപ്പൊ തന്നെ റിട്ടേൺ ചെയ്യും. എടാ ഹ്യോൻജെ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇതിനകത്തുനിന്ന് ഒരു സാധനം പോലും നീ റിട്ടേൺ ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ നിന്റെ തലേന്ന് ഒരു മുടി പോലും പിന്നെ കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഇവൻ അവന്റെ അച്ഛന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വാങ്ങിച്ചതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവൾ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിൾ ഒക്കെ ഫിറ്റ് ചെയ്യാണ്. 4 കസേരയിൽ ഒരെണ്ണം മാത്രം അങ്ങോട്ട് ശരിയാവുന്നില്ല ഫിറ്റ് ചെയ്തിട്ടും. അതുകൊണ്ട് ഇവര് പറയുന്നുണ്ട്, നമുക്ക് 3 കസേര ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ, ഒരെണ്ണം വെറുതെ എക്സ്ട്രാ ആണെന്നും പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ വില്ലയിലുള്ള ഒരാൾക്ക് ഒരു കോള് വരികയാണ്. മൂജിനാണെങ്കിൽ ഒരാളെ തല്ലിയെന്നും പറഞ്ഞ്. ഇതൊക്കെ സൈഡിൽ നിൽക്കുന്ന നമ്മുടെ മിറയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇതറിഞ്ഞ ഉടനെ തന്നെ ജിൻഹി എന്ന് പറയുന്ന ആ സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മിറയുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ നമ്മുടെ പഴയ ഓണറിനെ കൊന്നത് എന്നൊക്കെ, ആ തീയിട്ടത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയമാണ് മൂജിനും ഏയോണിനെ തപ്പി ആ കടയിൽ നടക്കുന്നത്. അങ്ങനെ തേപ്യോങ്ങിനെ കാണുമ്പോ എടാ നീയല്ലേ ഇടയില്ല അവൻ എന്നിങ്ങനെ ചിന്തിക്കുമ്പോ അവൻ അവിടെ സോറി ചോദിക്കുകയാണ്. ഈ സമയമാണ് ഒരു വാക്ക് തർക്കം കേട്ട് അങ്ങോട്ട് നോക്കുന്നതും നമ്മുടെ മൂജിൻ അവരെ കാണുന്നതും. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നൽകാമെന്നും പറഞ്ഞ് അവരെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകാനായിട്ട് മൂജിൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് അവരും പോലീസിനെ വിളിക്കാനൊക്കെ പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിറയും അവിടെ എത്തുകയാണ്. അങ്ങനെ അവളും ഏയോണിനെ ചേർത്ത് പിടിച്ചിട്ട് ജിൻഹിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളോട് എന്തിനാ ഒരു സ്ട്രേഞ്ചറിനെ പറ്റിയിട്ട് തിരക്കുന്നത്, ഞങ്ങൾക്ക് അയാളെ കാര്യം ഒന്നും അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നിന്റെ അച്ഛനാണെന്ന് അവര് പറയുന്നുണ്ടെങ്കിലും എനിക്കറിയത്തില്ല, അത് ഞങ്ങൾക്ക് ആരുമല്ല എന്ന് പറയുകയാണ് അവള്. പണ്ട് ഏയോൺ നടത്തിക്കൊണ്ടിരുന്ന സ്നാക്ക് ബാർ പൂട്ടിപ്പോയ സമയം ജിൻഹിയെ ഏയോൺ വിളിച്ചിരുന്നു ഒരു സഹായത്തിന്. പക്ഷെ അവര് ഫോൺ എടുത്തില്ല, പൈസ ചോദിക്കുമെന്ന് കരുതിയിട്ട്. അന്ന് നമ്മുടെ മിറയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അവള് അവളുടെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ട്. അടുത്ത രംഗത്തിൽ മൂജിനെ കാണിക്കുമ്പോൾ അയാൾ വളരെ സങ്കടത്തിലാണ്. ഇത്രയും നാളും അവള് പറഞ്ഞ ഓരോ വാക്കുകളും അയാളുടെ മനസ്സിലൂടെ ഓടിപ്പോവുകയാണ്. അങ്ങനെ മൂജിന് സങ്കടത്തിൽ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതിരം കൂസായിട്ട് നമ്മുടെ ഹ്യോൻജെ കയറി വരുന്നത് കുടിച്ച്. അവന്റെ കയ്യിൽ ഒരു ലൈ ഡിറ്റക്ടർ ഉണ്ട്. അച്ഛൻ പേടിക്കണ്ട, ഇത് വെച്ചിട്ട് നമുക്ക് അച്ഛന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാമെന്ന് അവൻ പറയുകയാണ്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇന്നലെ ഒരാളെ അടിച്ചു വരുത്തി എന്നുള്ളത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് പച്ച കത്തുകയാണ്. അടുത്തതായിട്ട് അച്ഛന്റെ കയ്യിൽ ഒരു വലിയ ടാറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അതിനും പച്ച കത്തുകയാണ്. അത് കണ്ട് അവന് കുറച്ച് ഷോക്കായിട്ടിരിക്കുമ്പോഴാണ് അവൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അച്ഛൻ തീപ്പെട്ടി ഉപയോഗിക്കും എന്നുള്ളത് സത്യമാണോ എന്ന്. അതിനും പച്ചകത്താണ്. വില്ലയിൽ തീ പിടിച്ച എന്റെ തലേ ദിവസം ഓണറുമായിട്ട് അച്ഛൻ ഉണ്ടായിരുന്നെന്നുള്ളത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴും പച്ചകത്താണ്. ഈ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോയതെന്ന് ചോദിക്കുമ്പോഴും അവിടെ പച്ചകത്താണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ ഹ്യോൻജെക്ക് ആകെ കിളി പോയിരിക്കുകയാണ്. കാരണം അവന്റെ കണ്ണിന്റെ കുഴപ്പമാണോ അതോ ആ സാധനം ചീത്തയായിരിക്കുകയാണോ എന്ന് തന്നെ അവന് ഡൗട്ട് തോന്നുകയാണ്. വില്ലയിലുള്ളവര് ഏയോണ്ണ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ശല്യപ്പെടുത്തുന്ന കാരണം നമ്മുടെ മൂജിന് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അവൻ പോലീസ്
സ്റ്റേഷനിൽ പോയിട്ട് ഈ ഒരു ഫയർ നടന്ന സംഭവത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. മൂജിൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോന്ന് കണ്ട ലീയും ഇതൊക്കെ കാര്യങ്ങൾ വിളിച്ച് വില്ലയിലുള്ളവരെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മൂജിനെ പുറത്തിറക്കി വിടുകയാണ്. അവൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവര് സമ്മതിക്കുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ലീയെ മൂജിൻ കാണുന്നുണ്ട്. മൂജിൻ എല്ലാവരോടും ഒരുമിച്ച് കൂടാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലീയുടെ വൈഫാണെങ്കിൽ മൂജിൻ എന്തെങ്കിലും ലീയെ ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയിൽ നിൽക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുന്നത്. മൂജിൻ ഓരോ കാര്യങ്ങളും അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ട്രൈയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മാച്ച് സ്റ്റിക്ക് കൊണ്ട് കിടക്കുന്നത് വെറുതെ ഇങ്ങനെ വായിൽ വെക്കാനാണ്, ഇത് സിനിമയിലെ സ്റ്റൈലാണ്, അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് തീപിടുത്തം നടന്നതിന്റെ തലേന്ന് ദിവസം ഞാൻ എന്തിനാണ് ആ ഓണറിനെ കാണാൻ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വില്ല മേടിക്കാനും വേണ്ടി തന്നെയായിരുന്നു. എനിക്ക് പല ബിൽഡിങ്ങും വാങ്ങിക്കാനുള്ള ത്രാണിയുണ്ട്, പക്ഷെ ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം പ്രത്യേകിച്ച് റീസൺ നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഇവരുടെ ഇത്രയും പേരുടെ സംശയം ഇവനിപ്പോ തീർത്തു കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവര് സന്തോഷത്തിലാണ്. അത് സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ മൂജിന് എല്ലാവർക്കും ബിയർ വാങ്ങിച്ചു കൊടുക്കുകയാണ്. മിറയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവക്കൊരു മെസ്സേജ് വരുന്നത്. അതൊരു വീഡിയോ ആണ്. എത്ര ഊതിയിട്ടും അണയാത്ത ഒരു ക്യാൻഡലിന്റെ ഒരു വീഡിയോ. ഇത് അയച്ചിരിക്കുന്നത് മൂജിനാണ്. അതിന് താഴെ ഒരു മെസ്സേജും ഉണ്ട്, സോറി ഞാൻ പോവത്തില്ല എന്ന്. അങ്ങനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനം മൂജിൻ എടുത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മൂജിനെ ഇവിടുന്ന് പുറത്താക്കണമെന്നാണ് മൂജിന്റെ മകളായ മിറയുടെ ചിന്ത. ഇപ്പൊ നമ്മള് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. മൂജിൻ ആരെയാണ് തല്ലിയെന്നുള്ളത്. നമ്മുടെ ഹ്യോൻജെ പറഞ്ഞ അവരുടെ ആ പണ്ടത്തെ ഹൗസ് ഓണറാണ്. അയാളാണെങ്കിൽ ഒരു പെണ്ണിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്ന കണ്ടിട്ട് അവിടെ പോയാണ് അവൻ ഇടിച്ചത്. ഇനി ഈ ഏരിയയിലെങ്ങാണ് നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വെച്ചിരിക്കത്തില്ല, കൊന്നളയുന്നു മൂജിൻ ഭീഷണി മുഴക്കുന്നുണ്ട്. അങ്ങനെ ഇതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ്. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ, താങ്ക് യു.